السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. اتقوا الله عباد الله. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും പറയുകയാണ് എങ്കിൽ, ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ നാമത്തിൽ. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ലാ യദുറു മഅ ഇസ്മിഹി, അവന്റെ നാമത്തോടുകൂടി ഉപദ്രവം വരുത്തുകയില്ല, ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, ഭൂമിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യമാവട്ടെ അതുപോലെ തന്നെ ആകാശത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യമാവട്ടെ, ഒന്നും അവന്റെ നാമത്തോടു കൂടി ഉപദ്രവം വരുത്തുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ. വഹുവ അസ്-സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും അതുപോലെ തന്നെ എല്ലാം അറിയുന്നവനുമാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ, സലാസ മർറാത്തിൻ, 3 തവണ ഒരാൾ ഇത് പറയുകയാണെങ്കിൽ, ലം തുസിബ്ഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ, അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിനെ ഈ ഒരു ദിക്ർ അത് സംരക്ഷിക്കുമെന്നാണ്. അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകളൊന്നും ബാധിക്കുകയില്ല. ഹത്താ യുസ്ബിഹ, അദ്ദേഹം പ്രഭാതത്തിലാകുന്നത് വരേക്കും. വീണ്ടും പറഞ്ഞു, വമൻ ഖാലഹ, ഈ ഒരു ദിക്റിനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഹീന യുസ്ബിഹു സലാസ മർറാത്തിൻ, ഇനി പ്രഭാതത്തിലാകുന്ന സമയത്താണ് ഒരു വ്യക്തി ഇത് പറയുന്നത് എങ്കിൽ, ലം തുസിബഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുംസിയ, അദ്ദേഹത്തിന് എന്തില്ല, പെട്ടെന്നുണ്ടാകുന്ന, നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന വിപത്തുകളൊന്നും അദ്ദേഹത്തിന് പ്രദോഷം വരേക്കും, വൈകുന്നേരം വരേക്കും എന്തില്ല, അദ്ദേഹത്തിന് ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ സമയം വേണ്ടുന്ന, വളരെ കുറഞ്ഞ നേരം വേണ്ടുന്ന, പറയാൻ എളുപ്പമുള്ള, നമുക്ക് എല്ലാവർക്കും ഹിഫ്ളുള്ള ഒരു ചെറിയ ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുള്ളത്. അത് 3 തവണ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ പ്രഭാതത്തിലാണ് പറയുന്നത് എങ്കിൽ വൈകുന്നേരം വരേക്കും അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകളെ തൊട്ടും അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം പറയുകയാണെങ്കിൽ പ്രഭാതം വരേക്കുമുള്ള പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകളെ സംബന്ധിച്ച്, പരീക്ഷണങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സംരക്ഷണം നൽകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഒരു ദിക്ർ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ദിക്റാണ്, നമ്മളുടെ പ്രഭാത ദിക്റുകളുടെ കൂട്ടത്തിലുള്ളതാണ്. അത് മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.